السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا لوليت منهم فرارا ولملئت منهم رعبا. صدق الله العظيم. അന്തരല്ലേ? وتحسبهم أيقاظا. സൂറത്തുൽ കഹ്ഫിലെ 7 യുവാക്കൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുആ ചെയ്തപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത അത്ഭുതകരമായ ഉത്തരങ്ങളിൽ പലതിലും ചിലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് തർശംസ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ വഇദാ ഖറബത് തഖ്ലൂഹും ദാത്തൽ ശിമാൽ വഹും ഫീ ഫജ്വത്തിൻ മിൻഹു എന്നാണ്. സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് ഗുഹയിലേക്ക് വെളിച്ചാട്ടാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വലത്തേക്ക് ചെരിഞ്ഞും അസ്തമിക്കുന്ന സമയത്ത് ഗുഹയിലേക്ക് ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇടത് ഭാഗത്തേക്ക് ചാഞ്ഞും ചെരിഞ്ഞുമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതിൽ പറയുന്നത് തഹ്സബുഹും, നിങ്ങൾ അവരെ കാണുകയായിരുന്നെങ്കിൽ തഹ്സബു, നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഭാവിക്കും, ഹും അവരെ, ഐക്കാലൻ, അവര് ഉണർന്ന് ഇങ്ങനെ കിടക്കുകയാണെന്ന് തോന്നും, ഉറങ്ങിക്കണെന്ന് തോന്നൂല. ഒഹും ഏത് സ്ഥിതിയിൽ അവർ റുക്കൂതും ഉറങ്ങണവരാണ്. ഗുഹന്റെ ഉള്ളിൽ അവര് ഉറങ്ങാണ്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല എന്നാ തോന്നുക, ഉണർന്നെടുക്കുകയാണെന്ന് തോന്നും. കാരണം എന്താ, അവരെ കണ്ണടഞ്ഞിരുന്നില്ല എന്നാ. ചെകിട അല്ലാഹു തആല അടച്ചിരുന്നു, കണ്ണടച്ചില്ലേ, കണ്ണ് തുറന്നിട്ടാണ്. പിന്നെ അവരെ മുടിയും നഖമൊക്കെ വല്ലാതെ വളർന്നിരുന്നു. ഹയാത്തിലാണല്ലോ, അപ്പൊ മുടി നഖമൊക്കെ വല്ലാതെ വളർന്നു വലുതായിരുന്നു. ആരെ ഒറ്റവട്ടത്ത് നോക്കുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കില്ല, ഉണർന്നെടുക്കുകയാണെന്ന് തോന്നും. തഹ്സബുഹും ഐഖാലൻ, അവര് ഉണർന്നവരാണ് നിങ്ങൾക്ക് തോന്നും. വഹും റുഖൂദുൻ, അവര് ഉണർന്നു കിടക്കുന്നവരില്ല. വഹും അവര് റുഖൂദുൻ, ഉറങ്ങിക്കിടക്കുന്നവരാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ, അവരുടെ വനുഖല്ലിബു, നമ്മൾ അവരെ മറിക്കും, ദാത്തൽ യമീനി വലത് ഭാഗത്തേക്കും ദാത്തൽ ശിമാൽ ഇടത് ഭാഗത്തേക്കും. 309 കൊല്ലം ആ ഗുഹന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇവര് ഒരേ നിലക്ക് ചിലപ്പം വലത്തേക്ക് ചെരിഞ്ഞെടുക്കുകയാണെങ്കിലും അടിക്കൂടി ചതിലേറും, ഇടത്തേക്ക് ചെരിഞ്ഞെടുക്കുകയാണെങ്കിലും അടിയിലൂടെ ചതിലേറും. ഒരേ നിലക്ക് മലർന്ന് കിടക്കുകയാണെങ്കിൽ അവരുടെ പുറം ഭാഗത്തിലൂടെ ചതില് കയറും. കമിഴ്ന്ന് കിടന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, ഹാർട്ടിന് അപകടം ചെയ്യും. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും, ഇവര് 309 കൊല്ലം ഗാഠനിദ്രയിലാണ്. അപ്പൊ അള്ളാഹ് മലക്കുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിപ്പിക്കും. വരെ ഇങ്ങോട്ട് മറിയും, ഇങ്ങോട്ട് ഉറങ്ങുമ്പോ അങ്ങനെയല്ലോ, എല്ലാവരും ആണ്ടോടും മറിയലുണ്ട്, ഒരേ നിലക്ക് ആരും ഉറങ്ങൂല. അപ്പൊ നമ്മളൊക്കെ കിടക്കുന്നത് ഒന്നൊക്കെ എടുത്തിട്ട് വിലക്ക് നേരെ നെഞ്ചൊക്കെ തിരിച്ച് കിടന്നാലും ആ കിടത്ത എപ്പോഴും ഉണ്ടാവില്ല. ആ കിടത്ത എപ്പോഴും ഉണ്ടെങ്കിൽ ഹാർട്ട് കേടുവരൂലേ, ബുദ്ധിമുട്ടാവൂലേ. നമ്മൾ കിടത്ത തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചിലരും മറിഞ്ഞിട്ട് ഫുട്ബോൾ മാരിയൊക്കെ ആകലുണ്ട്. അങ്ങനെ എല്ലാം മര്യാദക്ക് മറിയുന്ന ആൾക്കാരുണ്ടോ, അങ്ങോട്ടും മറിയും ഇങ്ങോട്ടും മറിയും. നമ്മളിപ്പോ ഈ വാലം ചേരുമ്പോ മുത്താലിമികളെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷിലെ എല്ലാ അക്ഷരമാലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, WYX ഒക്കെ. കുട്ടികളെ അറിയില്ല, അല്ല അത് അതിന്റെ രീതിയാണ്. ഒരേ രീതിയിൽ കിടന്ന മാതിരി ഉണ്ടാവില്ല. ചുരുണ്ടിട്ടൊന്ന് വെറുന്നിട്ടും വലത്തേക്കും അടുത്തേക്കും. ചിലരെ കാണാൻ അങ്ങനെ ചുരുണ്ടിങ്ങാണ്ട് സുജൂദിലായിട്ടിരിക്കണം വരുമ്പോ. അത് താജോസ്കരിച്ചിട്ട് സുജൂദ് കിടന്നല്ല, ഉപ്പനെ അറിഞ്ഞിട്ടില്ല, എണീച്ചിട്ട് കുമ്പിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനൊക്കെ ഈ ഉറങ്ങിയാ പിന്നെ കയ്യിൽ നിന്ന് പോവും, നമ്മളെ കയ്യിൽ നിന്ന് പോവും. കണ്ടില്ലേ, ഒരു സ്റ്റഡിയിലെല്ലാം നിൽക്കണം. ഇപ്പൊ ഇവിടുന്ന് ഉറങ്ങിയിട്ടാണ് പോയി. അതാണ് ഒരു ഉദാഹരണം പറഞ്ഞിടത്താണ് ബുദ്ധിമുട്ട് കേട്ടോ. ആകെ പേടിച്ചിരിക്കണം എന്താന്ന് വിചാരിച്ചിട്ട്. നല്ല ആളെ നല്ല ഉഷാറാണ്, അല്ല അങ്ങനെ ഉറങ്ങുന്ന ആളൊന്നുമല്ല. ഇന്നെന്തോ ഒരു ശരി പറ്റിയാണ്. അപ്പൊ അതങ്ങനെയാണ്, പല കോലത്തിലാവും. അങ്ങനെയാണ്. ഇവിടെ അള്ളാഹ് എന്ത് ചെയ്യും, 309 കൊല്ലത്തോളം ഉറങ്ങുന്നവരെ ഒനുക്കല്ലിബും, നമ്മൾ കല്ലബ യുക്കല്ലിബു തഖ്ലീബൻ ഫഹു മുഖല്ലിബൻ വഖല്ലിബ യുക്കല്ലിബു തഖ്ലീബൻ ഫഹു മുഖല്ലിബൻ. ആ കല്ലബ യുക്കല്ലിബു യുക്കല്ലിബാനി യുക്കല്ലിബൂന തുഖല്ലിബു തുഖല്ലിബാനി യുക്കല്ലിബിന തുഖല്ലിബു തുഖല്ലിബാനി തുഖല്ലിബൂന തുഖല്ലിബീന തുഖല്ലിബാനി തുഖല്ലിബിന ഉഖല്ലിബു. അങ്ങനെ ഗ്രാമർ എടുക്കുക, മനസ്സിലായില്ലേ. ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കാത്ത എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് അത് അറിയില്ല, അതുകൊണ്ടാണ്.
ഉഖല്ലിബു വഹദാൻ മുത്തക്കല്ലിം എന്നാണ് ഗ്രാമർ ലൈൻ പറയാം. ഉഖല്ലിബു നമ്മൾ മറിക്കും, ഹും അവരെ, ഉഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ. നുഖല്ലിബു ഇവിടെ നമ്മൾ എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളോട് പറയാറുണ്ട്. അള്ളാഹിനല്ലേ ബഹുമാനിക്കാനുള്ളത്. നുഖല്ലിബു നമ്മൾ മറിക്കും, ഹും അവരെ, ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ വലത്തേക്കും ഇടത്തേക്കും ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും, ചതല് കയറിയിട്ട് അവർ നശിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന പരിപാടി. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. 309 കൊല്ലത്തോളം ഇവരെങ്ങനെ ഗുഹക്കുള്ളിൽ ശാന്തമായി ഉറക്കിയ അള്ളാഹു താല കോലിപ്പ് എങ്ങനെ കിടന്നാലും ചെതില് കയറാതെ അവരെ രക്ഷപ്പെടുത്താൻ ഈ മറിക്കലില്ലാത്തന്നെ പറ്റൂലേ? എന്തിനപ്പ അള്ള ഇങ്ങനെ മറിക്കണം? അള്ളാഹ്ക്ക് പെല്ലും പറ്റൂലേ? അതിന് മറുപടി എന്താ വെച്ചാൽ അള്ളാഹിന്റെ കുറെ പരിപാടികള് അള്ളാഹിന്റെ എല്ലാ കഴിവും പ്രകടിപ്പിച്ചുകൊണ്ടല്ല, സബബുകളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടല്ലോ മേറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണത്തിന്റെ ആരംഭത്തിൽ തന്റെ ബുറാക്കിനെ ബൈത്തുൽ മഖ്ദിസിലുള്ള ഫലസ്തീനിലുള്ള പാറയുടെ പുറത്ത് ഒരു കുറ്റിയിൽ കെട്ടിയിരുന്നു. എന്തിനാ കെട്ടണത്? മിറാജ് പോണ ഒരാള് ഈ മൃഗത്തിനെ കെട്ടേണ്ട ആവശ്യമുണ്ട്? അത് അവിടെ തന്നെ വെക്കൂല. ഇല്ല, നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ചില ആൾക്കാരുണ്ട് വാളിന് വരും, എന്നിട്ട് വണ്ടി ലോക്കാക്കൂല. അതൊക്കെ അള്ള ഏറ്റെടുക്കുന്ന ആരും കണ്ടുപോലെന്ന്. അതല്ല, ലോക്കാക്കിയിട്ട് തന്നെയാണ് പോകേണ്ടത്. സംഗതി അള്ളാഹ്, നമ്മളിപ്പോ വണ്ടി ലോക്കാക്കിയിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് ഇപ്പൊ സംരക്ഷിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു പണി നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്, നമ്മൾ ചെയ്യണം. അതാണ് വണ്ടി ലോക്കാക്കുക, അല്ലെങ്കിൽ പേഴ്സ് സുരക്ഷിതമായ ഭദ്രമായ സ്ഥലത്ത് വെക്കുക. എവിടെയെങ്കിലും ആണ് ഇടാൻ. ആലല്ലാ തവക്കൽ. എന്തേ കള്ളൻ? പിറ്റേന്ന് എടുത്ത് നോക്കണം, സാധനം കാണൂല. അതന്നെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുന്ന വേണം. നാളെ ഒരാൾ എന്നോട് പറഞ്ഞിട്ട് ഉംറക്ക് വന്ന് നിൽക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്പോർട്ട് എവിടെ നിന്ന് വെച്ചു? ഉമ്മറക്കല്ലേ വേണം അള്ളാനെടുത്ത്. കാലല്ലാത്തവക്കൽ അവിടെ ഇരിക്കണ്ടാവുന്ന പറഞ്ഞു. പിന്നെ എന്റെ കരിപ്പൊന്ന് വിളിച്ചിരുന്ന അലിമുളിയും കൂടെ ഇവിടെ നിന്ന് കാണുന്നില്ല. അങ്ങനെ ഇല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ കണ്ടങ്ങള്. അള്ളാഹു താല വലത്തേക്ക് ഇടത്തേക്ക് ഇങ്ങനെ തിരിക്കണ്. ഇങ്ങനെ ഇല്ലാതെ തന്നെ അള്ളാഹു താലൊക്കെ രക്ഷപ്പെടുത്തിക്കൂടെ? ഇത് നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവിടെ അങ്ങനെ തിരിക്കാതെ ഇട്ട് മറിക്കാതെ അള്ളാഹു താലൊക്കെ ചെതലിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പുഴുക്കളിൽ നിന്ന്, അണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയും. എന്നാലും ഖുർആൻ മാർഗദർശനമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചെതല് കയറാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് അവരുടെ നായ ബാസിത്തുൻ എന്ന് പറഞ്ഞ രണ്ട് കൈകൾ, ഇവിടെ മുതല് മുട്ട് മുതൽ ഈ വിരലിന്റെ താല്പര്യമുള്ളതിനാണ് ദിറ എന്ന് പറയാം. നായ്ക്കൾ അങ്ങനെ തന്നെയല്ലോ. ആ രണ്ട് മുട്ട് മുതൽ വിരൽ വരെയുള്ള ആ കൈകൾ, രണ്ട് കൈകളും നായ ഭൂമിയിൽ നിവർത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 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 നിവർത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. നായ കാവലിരിക്കൽ അങ്ങനെയല്ലോ, ആ ഇരുത്തങ്ങനെ ഇരിക്കുക സ്റ്റഡി ആയിട്ട്. നായ ബിൽ വസീദ്, ഗുഹന്റെ മുറ്റത്ത് ആ നായ എങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങളെങ്ങാനും ആ സമയത്ത് അവരിലേക്ക് എത്തി നോക്കിയാൽ, ത്വലയെന്ന് വന്നാണ് ഇത്വല, ഇത്വല, നിങ്ങൾ എത്തി നോക്കിയാൽ അലൈഹിം, അവരെ കാണാൻ അങ്ങനെ എത്തി നോക്കി, ലവല്ലൈത മിൻഹും ഫിറാറാ, നിങ്ങൾ ഓടിപ്പോകും. ലവല്ലൈത മിൻഹും ഫിറാർ, അവരാണ്ട് കണ്ടങ്ങൾ ഓടിപ്പോകും. കാരണം എന്താ? വലമുലിഇത്ത മിൻഹും റുഅബാ, കണ്ടവാടെ ഭയം നിങ്ങളെ പിടികൂടും. വലമുലിഇത്ത, നിങ്ങൾ നറക്കപ്പെടും. മിൻഹും, അവരെ കണ്ടാൽ റുബൻ, ഭയത്താൽ നിങ്ങൾ നറക്കപ്പെടുന്ന പറഞ്ഞാൽ കൽബ് നിറയെ പേടിയേറ്റ് ഓടിയോടത്ത് അഡ്രസ് ഉണ്ടാവില്ല. അക്കോളത്തിൽ അവർ കിടക്കുന്നത്. കാരണം എന്താ? രണ്ട് കണ്ണിങ്ങനെ തുറന്നുകണ്, മുടിയൊക്കെ കൂടി വളർന്നിട്ടുണ്ട്, കയ്യിലെ നഖമൊക്കെ നല്ല വളർന്നിട്ടുണ്ട്, ഉറങ്ങിയേറ്റ് തോന്നൂല, ഏതാൾക്കാരാണെന്ന് അറിയില്ല, ഒറ്റടിക്ക് എത്തിപ്പളിയൊക്കെ ഓടൂലേ. ആ നിലയിലാണ് അല്ലാഹു തആല അവരെ ഗുഹയിൽ 309 കൊല്ലത്തോളം കിടത്തിയത്. ഇത് അവരുടെ ദുആക്കുള്ള പ്രത്യേകമായ ഇജാബത്താണ്. കാരണം കേറുമ്പോ അവർ പറഞ്ഞു, റബ്ബനാ ഹബ്ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദാ. അതാണ് അല്ലാഹു തആല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ദുആ അങ്ങോട്ട് ദുആയപ്പോ അല്ലാഹു തആല ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം വാതിലൂടെ വലിയ അത്ഭുതങ്ങളാണ് അവരുടെ സുരക്ഷത്തിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് എന്നതിന്റെ വ്യത്യസ്ത കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. അത് സൂര്യനിൽ കൊടുത്തു, ഉദയ സമയത്ത് കൊടുത്തു, അസ്തമയ സമയത്ത് കൊടുത്തു, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു, അവരുടെ കണ്ണ് അടക്കാതെ ചെവിടടച്ചു, അവരുടെ മുടികളൊക്കെ വളർന്നു, അവരുടെ നഖങ്ങളൊക്കെ വളർന്നു. ഈ കിടപ്പിൽ ഒരാളും ഉണർന്നില്ല.
ഏഴാളുകൾ ഒറ്റ ഉറക്ക്, ഏഴാളുകൾ ഒറ്റ ഉണരൽ, നായാണെങ്കിൽ പുറത്ത് കാവലിന് ഒറ്റ ഇരിപ്പ്. അങ്ങനെ ഇടയിൽ ഒരാൾ ഉണർന്നാൽ ആ സംഗതി വഷളാവും. ആരും ഇടയിൽ ഉണർന്നില്ല, ഒറ്റക്കിടപ്പ്. ഈ നിലക്ക് ഗുഹയിൽ അവർ പാർത്തു, നായ അവർക്ക് കാവലിൽ നിന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിൽ നമുക്കുള്ള പാഠം എന്താന്ന് വെച്ചാൽ, നമ്മൾ അള്ളാന്റെ ആളുകളായാൽ മൃഗങ്ങൾ പോലും നമ്മളെ സഹായിക്കും എന്നതാണ്. അള്ളാന്റെ ആളുകളായാൽ പാമ്പുകൾ നമ്മളെ ഉപദ്രവിക്കൂല, മൃഗങ്ങൾ നമ്മളെ സഹായിക്കും, മൃഗങ്ങൾ പോലും നമ്മളെ സഹായിക്കും. നമ്മൾ അള്ളാന്റെ ആളുകളാവും. അതുകൊണ്ടല്ല പഴയ കാലത്ത് വീടുകളിലൊക്കെ ദിക്റും ഖുർആനോത്തും തബാറക്ക ഇദാവക്കായത്തി ഇതൊക്കെ ഓതിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ വീടായിരിക്കും. അന്നൊന്നും പാമ്പ് പിടിച്ച് മരണം വളരെ കുറവാണ്. വീടുകളിൽ പാമ്പുണ്ടാവും, കടിക്കൂല. കാരണം അയാതി ദിക്റാണ് ഇവിടുന്ന് ഓതുക. ഹദ്ദാദിലൊക്കെ വളരെ വിലപ്പെട്ട ഒരുപാട് ഹദീസുകളിൽ അറിയപ്പെട്ട ദിക്റുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇതങ്ങട്ട് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് കിടന്നാൽ ഒരു പിടിമൃഗത്തിന്റെയും ഒരു വിഷജന്തുവിന്റെയും ഉപദ്രവം ഉണ്ടാവില്ല. അതൊക്കെ ഉമ്മാരെ അല്ലിരുന്ന് വാപ്പാരെ അല്ലിരുന്ന് അങ്ങനെ മഴ ചെയ്താൽ പൊളിഞ്ഞു പോകുന്ന ഓലപ്പരയിൽ കിടന്നിരുന്ന് അന്ന് പാമ്പ് പിടിച്ചു മരണമില്ല. ചെറിയ വീടാണ്, ചിമ്മിനി വിളക്കിന്റെ സഹായത്താലാണ് വീട്ടിലെ ഉപകരണങ്ങൾ. അതിലിരുന്നിട്ട് ഖുർആന്, അതിലിരുന്നിട്ട് മദ്രസ പഠനം, അതിലിരുന്നിട്ട് സ്കൂൾ പഠനം, അതിലിരുന്നിട്ട് എല്ലാരും കൂടി ദിക്റ്, അതിലിരുന്നിട്ട് സൂറത്തുൽ വാഖിയ, അതിലിരുന്നിട്ട് സൂറത്തുൽ മുൽക്ക്. അതിൽ ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല. ആരും പഠിച്ചവനെ എനിക്ക് ഇന്നലെ കിടന്നിട്ട് ഉറക്കം കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആ ഓലമേഞ്ഞ വീട്, ആ ചിമ്മിനി വിളക്ക്, അതിലുറക്കം, ഒറ്റ റൂം 10 ആള്. ഇന്ന് 10 റൂം ഒറ്റ ആള്. കതറ് കുപ്പായം, റാഡോ വാച്ച്, 4 കോടിന്റെ ആഡംബര വണ്ടി, ഏക്കറക്കണക്കിന് സ്ഥലം, ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന വീട്, നല്ല രസമുള്ള ജീപ്പ്, മോനക്ക് കാറ്, ഇടയിലെ മോനക്ക് 3 കോടി ഉറുപ്പ്യന്റെ ബൈക്ക്. പക്ഷെ കിടന്നിട്ട് ഉറക്കം കിട്ടില്ല, ഉറക്കം കിട്ടുന്നില്ല. എന്താന്നറിയില്ല, സമാധാനമില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സമാധാനം ഇതുകൊണ്ടൊന്നും കിട്ടൂല, ഒരിക്കലും കിട്ടൂല. സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹിലേക്ക് കൽബം കണ്ട് കണക്ട് ആവണം, എന്നാ സമാധാനമായി. ആ ക്യാൻസർ വന്നാലും സമാധാനമാണ്. ക്യാൻസർ വന്ന് കത്തിക്കരിഞ്ഞാലും അൽഹംദുലില്ലാ സമാധാനം. ഹസൻ ബസരി തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സദേ ഇന്നലെ രാത്രി പരിയില് കള്ളം കയറിയിട്ട് എല്ലാ സ്വർണം കട്ടുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഇയാൾക്ക് നമ്മളാണെങ്കിലും മോന്താണ്ട് കായ്യോപ്പോ പറഞ്ഞു നോക്കണം. എന്നോട് ഇപ്പൊ നിങ്ങളാരെയും വന്നിട്ട് ഇന്നലെ പരിയില് കള്ളം കയറി 20 പവന്റെ മാല വയ്ക്കണവരുമ്പോ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ എനിക്ക് ഇവിടെ അടുത്ത ആഴ്ച കുത്തുപോകാൻ പറ്റൂല. ഒന്നുകിൽ ആശുപത്രിയിൽ എങ്കിൽ പരിയിൽ ഉണ്ടാകുന്നുണ്ടാവും. അത് അൽഹംദുലില്ലാ എന്നാണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞാൾ പറഞ്ഞു, പൊരയിൽ കള്ളം കയറിയിട്ട് അലമാര തുറന്നിട്ട് പൊന്ന് കൊണ്ടേക്കണെന്നാണ് ഉസ്താദേ പറഞ്ഞേന്ന്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല. അപ്പൊ കുട്ടി വെച്ച്, എന്താ ഉസ്താദേ? എടാ പൊരയത്തെ അലമാര കള്ളം തുറന്നിട്ട് അതിൽ പൊന്നല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. നിനക്കൊരു അലമാറുണ്ട്, അതിന്റെ പേര് കൽബ് എന്നാണ്. അതിലൊരു പൊന്നുണ്ട്, അത് ഈമാനാണ്. ആ കൽബ് തുറന്നിട്ട് പൊന്നാകുന്ന ഈമാനെ കള്ളനാകുന്ന ശൈത്താൻ കൊണ്ടേറ്റില്ലല്ലോ. അത് തിരിച്ചിട്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇത് കിട്ടും കിട്ടാതിരിക്കും അവിഷയല്ല. എനിക്ക് തന്ന് നിന്റെ കയ്യിൽ വെക്കാൻ അള്ളാഹു ഒരു അവധി വെച്ചിരുന്നു. ആ അവധി വരെ എന്റെ അടുത്തുണ്ടായി, പിന്നെ അത് കൊണ്ടുപോയി, അത്രയല്ലേ ഉള്ളൂ. കിട്ടണിഞ്ഞ് കിട്ടും. നമ്മളെ വിഷയം കൽബാകുന്ന അൽമാരയിൽ ഒരു ഈമാനില്ലേ, അത് കള്ളനാകുന്ന ശൈത്താൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇതാണ്. അപ്പോ ഈമാൻ അതിപ്രധാനമാണ്. അതിന്റെ സുരക്ഷത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് അൽ കഹ്ഫിലെ 7 ആളുകൾ ഈ കളിയൊക്കെ കളിച്ചത്, ഈ അധ്വാനമൊക്കെ നടത്തിയത്, ഇങ്ങനെ നെഞ്ച് പൊട്ടി പടച്ചവനോട് കെഞ്ചിയത്. അപ്പോൾ അള്ളാഹു താല ഈമാന് വില കൊടുത്ത ആ വിഭാഗത്തെ ലോകത്തിന് എടുത്തു കാണിക്കാൻ അള്ളാഹു ചെയ്ത നടപടിക്രമങ്ങളുടെ വിസ്മയമാണ് സൂറത്തുൽ കഹ്ഫി പറയുന്നത്. തുടർന്ന് പഠിക്കാനും അറിയാനും പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പർസോനെ പറഞ്ഞോ കേട്ടൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പ്രഭാത സമയത്ത് ഫജ്ർ നിസ്കാരത്തിൽ പങ്കെടുത്ത് നിന്റെ പള്ളിയിൽ എഴുത്തിക്കവോടെ ഇരിക്കുന്ന ഞങ്ങൾ ആരെയും നീ 2 ലോകത്തും നാണം കെടുത്തല്ല അല്ലാഹ്, അദാബിലാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ബാധ്യതകൾ ബാക്കി വെച്ച് മയ്യിത്താക്കല്ല അല്ലാഹ്, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. അതിശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിലും പല സ്ഥലങ്ങളിലും
ഭൂമി കുലുക്കം വരെ ഉണ്ടെന്ന് കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മഴക്കെടുതിയിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും പ്രകമ്പനങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും വല്ലാത്ത ആർത്തിയോടെ വല്ലാത്ത രസത്തോടെ ജീവിക്കുമ്പോൾ വീടും കുഴിയും കിണറന്നായിട്ട് താഴ്ന്നു പോവുക. അതില് പെട്ടവരൊക്കെ പെട്ടു, അതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വല്ലാതെ ഗംഭീരമാവാതെ ഈ പരീക്ഷണം ഒഴിവാക്കി തരണേ അള്ളാഹുവെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും റോഡപകടങ്ങൾ, ബസ്സൊക്കെ ഈർക്കിളി പോണായി ചെരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം കിട്ടണില്ല, ബ്രേക്ക് കിട്ടണില്ല. ആ നിലയിലുള്ള അപകടങ്ങൾ വേറെ നടക്കുന്നുണ്ട്. റോഡപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ചിന്നിച്ചെറിയ ശരീരങ്ങളാവുന്ന അവസ്ഥയിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മയ്യത്താവുന്ന അവസ്ഥയിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹു. ദീനിന് വേണ്ടി ദീന് പറയാനും യാത്ര ചെയ്യാനും ആരോഗ്യവും ആവേശവും ആയുസ്സും നൽകണേ നിന്റെ മാർഗത്തിൽ മുഹിബ്ബീങ്ങൾ നൽകണേ അല്ലാഹുവേ. ദീനിന്റെ ദഅവത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് നീ സുരക്ഷിതത്വം നൽകണേ സന്തോഷം നൽകണേ സഹായിക്കുന്നവരെ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ ഞങ്ങളൊക്കെ നീ സ്നേഹിക്കണേ ഇത് നിന്റെ മാർഗത്തിൽ നിന്നെ പഠിക്കാൻ, നിന്റെ ഹബീബിനെ കേൾക്കാൻ, ഖുർആന്റെ ആഴമറിയാൻ വരുന്ന സാസാണ്. എന്റെ ഭാഗത്തുനിന്ന് പാൾട്ട് വരാൻ നീ പൊരുത്തപ്പെടണേ ഈ സാസനി ഹായിബാക്കല്ല പരാജയപ്പെടുത്തല്ല ഇത് സ്വർഗസ്ഥരാവാനുള്ള കാരണമായി അവിടെ സീറ്റ് ഉറപ്പിക്കാനുള്ള അമലായി പാവങ്ങളായ അടിയങ്ങളിൽ നിന്ന് കബൂലാക്കണേ കൂട്ടത്തിൽ പങ്കെടുത്ത പലരും കടുത്ത പരീക്ഷണത്തിൽ വിധേയരായവരുണ്ട്. ഭാര്യമാർ മുഖേന, സ്വന്തം ശരീരത്തിലുള്ള ബുദ്ധിമുട്ട് മുഖേന, കുടിക്കുന്ന മരുന്ന് ഫലം ചെയ്യാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ഒക്കെ ഉണ്ട്. എല്ലാവരെയും റെഡിയാക്കി കൊടുക്കണേ അല്ലാഹുവേ. കൃത്യമായി കിട്ടാത്ത അവയവങ്ങളെ നീ ലെവലാക്കി കൊടുക്കണേ വേദനയുള്ള അവയവങ്ങൾക്ക് ശമനം കൊടുക്കണേ ഭാര്യമാരാൽ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ആശ്വാസം നൽകണേ കടങ്ങളുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ ചെറിയൊരു പൈതലിന്റെ ഒരു പ്രധാനപ്പെട്ട രോഗത്തിന് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ കാര്യമായ കേടുപാടില്ല എന്ന അത്ഭുതകരമായ റിസൾട്ട് വരികയാണെങ്കിൽ സർജറി വേണ്ട ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ചെറിയ കുട്ടിയെ നീ രക്ഷപ്പെടുത്തണേ കത്തിവെക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا لمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.